ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. SSF 2025 ലക്ഷദ്വീപ് സാഹിത്യോത്സവന് മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന പ്രസ് മീറ്റിങ്ങിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഈ പത്രസമ്മേളനത്തിൽ നമ്മോടൊപ്പം SSFൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം SSF ലക്ഷദ്വീപ് സാഹിത്യോത്സവ് ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾ ഈ പ്രസ് മീറ്റിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. SSF സാഹിത്യോത്സവ് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും വിദ്യാർത്ഥികളിലെ കലാബോധങ്ങൾ, അവരുമായി SSF നടത്തപ്പെടുന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മേഖല കൂടിയാണ് സാഹിത്യോത്സവ് എന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ ആളുകളും വേണ്ടപ്പെട്ട രീതിയിൽ സാഹിത്യോത്സവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ആമുഖ വിവരണം SSF സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സാർ നൽകും. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SSF. മൂല്യബോധമുള്ള കലാകാരന്മാരെയും സാഹിത്യ സൃഷ്ടികളും രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 23 വർഷക്കാലമായി SSF നടത്തുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് സാഹിത്യോത്സവ്. കഴിഞ്ഞ 3 വർഷക്കാലമായി SSF ലക്ഷദ്വീപിലും വളരെ വിപുലമായി എല്ലാ ദ്വീപിലും സാഹിത്യോത്സവ് നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം, പ്രഥമ ലക്ഷദ്വീപ് സാഹിത്യോത്സവ് 2022 അഗത്തി ദ്വീപിൽ വച്ച് നടത്തുകയുണ്ടായി. അതേ തുടർന്ന് 2023 അമീൻ ദ്വീപിലും, കഴിഞ്ഞ വർഷം വളരെ മനോഹരമായിട്ട് വിപുലമായ രീതിയിൽ ആന്ത്രോത്ത് ദ്വീപിലും ലക്ഷദ്വീപ് സാഹിത്യോത്സവ് നാം നടത്തുകയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന ദേശീയ സാഹിത്യോത്സവിലും SSF ലക്ഷദ്വീപ് പങ്കെടുക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ ലക്ഷദ്വീപ് സാഹിത്യോത്സവ് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് മത്സര മത്സര വിഭാഗങ്ങൾ, മത്സരഘടന എന്നിവ നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ സാഹിത്യോത്സവ് വിശേഷങ്ങൾ ലക്ഷദ്വീപ് സാഹിത്യോത്സവ് സമിതി ചെയർമാൻ ഖലീൽ മിസ്ബാഹ് ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. ലക്ഷദ്വീപിലെ ഈ വർഷത്തെ സാഹിത്യോത്സവന് ഫാമിലി സാഹിത്യോത്സവോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജൂലൈ 15 മുതൽ ലക്ഷദ്വീപിലെ 8 ഡിവിഷനുകളിലും 21 യൂണിറ്റുകളിലുമായി ഫാമിലി സാഹിത്യോത്സവ് വളരെ വിപുലമായി നടന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 1 മുതൽ 21 യൂണിറ്റുകളിലും യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ നടക്കും. യൂണിറ്റ് സാഹിത്യോത്സവങ്ങളിൽ മത്സരിച്ച് വിജയിക്കുന്ന മത്സരാർത്ഥികളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ സെപ്റ്റംബർ 2ാം വാരത്തിൽ നടക്കും. അവിടെ നിന്ന് മികച്ച വിജയം കൈവരിക്കുന്ന മത്സരാർത്ഥികളെ സെപ്റ്റംബർ അവസാന വാരത്തിൽ ചെത്തിലത്ത് ദ്വീപിൽ വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് സാഹിത്യോത്സവ മത്സരത്തിൽ പങ്കെടുപ്പിക്കും. തുടർന്ന് ഉത്തർപ്രദേശിലെ ബറേലിയിൽ നടക്കുന്ന ദേശീയ സാഹിത്യോത്സവ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഗോവയിൽ വെച്ച് നടന്ന ദേശീയ സാഹിത്യോത്സവ മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ ലക്ഷദ്വീപ് മത്സരാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും അത് തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മത്സര വിഭാഗങ്ങളുടെയും മത്സരങ്ങളുടെയും പ്രത്യേകതകൾ സാഹിത്യോത്സവ് ജോയിൻറ്റ് കൺവീനർ അബ്ദുൽ ഖനി നിങ്ങളോട് സംസാരിക്കും. കിഡ്സ് സബ് ജൂനിയർ വിഭാഗങ്ങളുടെ മത്സരം ഡിവിഷൻ തലം വരെയും ബാക്കിയുള്ള കാറ്റഗറിയുടെ മത്സരങ്ങൾ നമ്മൾ നാഷണൽ തലം വരെയും
കുട്ടികൾ ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നതായിരിക്കും. നമ്മൾ ഏജ് അടിസ്ഥാനത്തിലാണ് ഈ കാറ്റഗറി ക്രമീകരിച്ചിട്ടുള്ളത്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ചേർത്തുകൊണ്ട് കിഡ്സ്, 7 മുതൽ 11 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ സബ് ജൂനിയർ വിഭാഗം, 12 മുതൽ 16 വരെ ജൂനിയർ വിഭാഗം, 17 മുതൽ 22 വരെ സീനിയർ വിഭാഗം, 23 മുതൽ 30 വരെ ജനറൽ വിഭാഗം. പിന്നെ നമ്മുടെ ക്യാമ്പസുകളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് 18 മുതൽ 30 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസ് കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മത്സരങ്ങളുടെ ഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്രാവശ്യം നമ്മുടെ മാപ്പിളപ്പാട്ട്, മദഹ് ഗാനങ്ങൾ പോലുള്ള പാരമ്പര്യ മത്സരത്തോടൊപ്പം തന്നെ റീൽ മേക്കിംഗ്, സോഷ്യൽ ട്വീറ്റ്, ഡിജിറ്റൽ ഡിസൈനിങ് തുടങ്ങിയ പുതിയ തലമുറ ഉൾക്കൊള്ളുന്ന മത്സര ഇനങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ മത്സരങ്ങളോടുകൂടി ഒരുങ്ങി തയ്യാറാക്കിയ വലിയ ഒരു പദ്ധതിയാണ് സാഹിത്യോത്സവം. ഈ പദ്ധതിയോടൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കണമെന്നും സാഹിത്യോത്സവ മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും സാഹിത്യോത്സവം വിജയിപ്പിക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു.